എന്നിട്ട് കുട്ടിയോട് കൂടെ വന്ന ആള് തട്ടിക്കേറി, എന്താ മാധവ നിനക്ക് വേണ്ട എല്ലാം വാങ്ങി തന്നിട്ട് നീ എന്താ കരച്ചിൽ നിർത്താത്തത്? അപ്പൊ കുട്ടി എടുത്ത് നടക്കുന്ന ആൾ പറയാ, കുട്ടീന്റെ പേര് മാധവ എന്നല്ല രാജേഷ് എന്നാണ്. കുട്ടീന്റെ പേരെന്താ? രാജേഷ്. പിന്നെ നിങ്ങൾ ആരോടാ ഈ അടങ്ങ് മാധവ എന്ന് പറഞ്ഞ ആരാ മാധവൻ? അപ്പൊ അയാൾ പറയാ, മാധവൻ ഞാൻ തന്നെയാ, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ്. അവനവനെ അടക്കണ്ടേ? അവനവനെ അടക്കണ്ടേ? വേണ്ടേ? അടക്കണം. ക്രോധം, ലോഭം അനാവശ്യമായി ധൂർത്തടിക്കുകയാണ്. ഒരു പിറന്നാളിന് കേക്ക് മുറിക്കുമ്പോ അവിടെയുള്ളവർക്ക് തിന്നാനുള്ള കേക്കല്ല, മുഖത്തൊരക്കാനും എടുത്തെറിയാനുള്ള കേക്ക് മുറിക്കുമ്പോ അങ്ങ് ആഫ്രിക്കൻ വനാന്തരങ്ങളിലും അങ്ങ് ഗാസയിലും ഒരു കഷ്ണം റൊട്ടി കിട്ടാതെ ആയിരങ്ങൾ മരിക്കുന്നുണ്ടെന്നറിയണ്ടേ? ദൈവവിശ്വാസം നമ്മളോട് പറഞ്ഞു എന്താ? ഈശാവാസ്യമിതം സർവമെന്ന ശ്ലോകത്തിന്റെ 4ാമത്തെ വരി എന്താ? തേന തെക്തേന ഭുഞ്ചീത, നീ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക, ആർക്കെങ്കിലും കൊടുത്തിട്ട് തിന്നുക. കൊടുക്കണം. നിങ്ങൾ മരിച്ചിട്ട് ഒരു അനുശോചന യോഗം ചേരുമ്പോ നിങ്ങൾ തിന്നേണ്ട കണക്കാരും പറയും. 75 വയസ്സിനിടയിൽ ഈ കുഞ്ഞിരാമട്ടൻ അല്ലെ ഈ ഗോപാലാട്ടൻ 125 കിൻഡൽ അരി, അതായത് 50 കിലോന്റെ 250 ചാക്ക് അരി തിന്നിട്ടാ മരിച്ചതെന്ന് ആരെങ്കിലും പ്രസംഗിക്കുന്നുണ്ടോ? ഇത് ഗോപാലാട്ടന്റെ കുഞ്ഞിരാമട്ടന്റെ കണക്കല്ല. എല്ലാ മലയാളിയും 75 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ 50 കിലോന്റെ 250 ചാക്ക് അരി തിന്നും. ഇതാ ഇവിടെ ഒരു 5-10 ആളുണ്ട് 250 തകച്ചിട്ടിരിക്കുന്നത് അല്ലേ? ഇത്രയും തിന്നും. ആരും എടുത്തതിന്റെ കണക്ക് പറയാറില്ല. എന്നാ കോവിഡ് വന്നപ്പോ അന്നത്തെ കമ്മ്യൂണിറ്റി കിച്ചണിൽ ഇദ്ദേഹം 5 ചാക്ക് അരി ഫ്രീ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് പറയും. നിങ്ങൾ എടുത്തതിന്റെ കണക്ക് ആർക്കും വേണ്ട. നിങ്ങൾ ഈ ലോകത്തിന് എന്ത് കൊടുത്തു എന്നാണ് ചോദ്യം. കാരണം നിങ്ങൾ എടുത്തതൊന്നും നിങ്ങളുടേതായിരുന്നില്ല. ആണോ? നിങ്ങൾ ശ്വസിച്ച വായു നിങ്ങളുടേതാണോ? നിങ്ങൾ നടന്ന വഴികൾ നിങ്ങളുടേതാണോ? നിങ്ങൾ കഴിച്ച ഭക്ഷണം നിങ്ങൾ കാശ് കൊടുത്തിട്ടുണ്ടാകാം. ഈ കാശ് എന്ന് പറയുന്നത് കാശുമെന്ന് നെല്ലുണ്ടാവില്ലല്ലോ. എത്രയെത്ര കർഷകരും തൊഴിലാളികളും അധ്വാനിച്ചിട്ടാണ് ഒരു നെന്മണി ഉണ്ടാക്കുന്നത്. ഈ ഭൂമിയിലുള്ളതിൽ നിന്നാണ് നിങ്ങൾ നേടിയതല്ല. ഈ ഭൂമിയിൽ നിന്നല്ലാതെ നിങ്ങൾ വരുമ്പോ കൊണ്ടുവന്നത് ഒന്നേ ഉള്ളൂ. എന്താ കൊണ്ടുവന്നത്? എല്ലാ കുട്ടിയും വരുമ്പോ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണത്? അത് കാണണ്ടേ? നിങ്ങൾ ജനിക്കുമ്പോ കുട്ടികളുടെ കൈ നോക്കൂ. ആ കൈ ചുരുട്ടിപ്പിടിച്ചിട്ടല്ലേ? നിവർത്തിപ്പിടിച്ച കൈയുമായിട്ട് ഒരു കുട്ടിയും ജനിക്കുന്നില്ല. എല്ലാ കുട്ടിയും ജനിക്കുമ്പോ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ? കിൻഡർ ജോയിയാ, കിറ്റ്കാറ്റാ? ഒന്നുമല്ല. കൊണ്ടുവന്ന എന്താന്ന് കണ്ടെത്തലാണ് ആരുടെ ജോലി? അമ്മയുടെ, അച്ഛന്റെ, അധ്യാപകരുടെ ജോലി. ഓരോ കുട്ടിയും കൊണ്ടുവന്നത് എന്താന്ന് കണ്ടെത്തല. അതെന്താ? കുട്ടിക്ക് ഭാഷ അറിയില്ല. ഞാൻ കൊണ്ടുവന്നത് എന്താന്ന് പറയാൻ കുട്ടിക്ക് ഭാഷ അറിയില്ല. കുട്ടി കരയും. കരയുന്ന എന്തിനാ? കരയുന്നത് മുണ്ടക്കയിലെ അപകടം ആലോചിച്ചിട്ടാ. ലോസ് ആഞ്ചലസിൽ കാട്ടുതീയിൽപ്പെട്ടിട്ട് സിനിമാ നടന്മാരുടെ, ഇംഗ്ലീഷ് നടന്മാരുടെ വീടെല്ലാം കത്തിയത് ആലോചിച്ചിട്ടാ. ഇസ്രായേലിന്റെ യുദ്ധം ആലോചിച്ചിട്ടാ. ഒന്നുമല്ല. കുട്ടി കരയുന്നതല്ല, അത് വിളംബരമാണ്. അച്ഛാ, അമ്മേ, നാട്ടുകാരെ, പഞ്ചായത്ത് മെമ്പറെ, ഓടിവാ, ഞാനിതാ പാട്ടുപാടാനുള്ള കണ്ഠം കൊണ്ടുവന്നിട്ടുണ്ട്, ചിത്രം വരക്കാനും കവിത എഴുതാനുള്ള വിരലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, സ്നേഹിക്കാനുള്ള ഹൃദയം കൊണ്ടുവന്നിട്ടുണ്ട്, ചിന്തിക്കാനുള്ള തലച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, അധ്വാനിക്കാനുള്ള കൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്, നൃത്തം ചെയ്യാനുള്ള കാലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആരു വാങ്ങും ഇന്നാരു വാങ്ങും ആരാമത്തിന്റെ രോമാഞ്ചം. ഇതാണ് കുട്ടിയുടെ കരച്ചിലിന്റെ അർത്ഥം. നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും അധ്യാപകരും അവൻ കൊണ്ടുവന്നത് ഏറ്റുവാങ്ങണം. എനിക്ക് തരൂ, എനിക്ക് തരൂ, എനിക്ക് തരൂ പഞ്ചാര പാല് മിഠായി, പുഞ്ചിരി പഞ്ചാര പാല് മിഠായി. ഇത് ഏറ്റുവാങ്ങാൻ തയ്യാറാവണം. നമ്മുടെ കുട്ടികളെല്ലാം ദൈവമായി ജനിക്കുന്നു. എല്ലാ കുട്ടിയും ദൈവമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വചനമുണ്ട്, കേട്ടിട്ടുണ്ടോ? മനുജാകൃതി പൂണ്ട ദൈവമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ കൃഷ്ണനായി അവതരിച്ച ദൈവം പിന്നെ പിതാവിന്റെ പുത്രനായ യേശുക്രിസ്തു, പിന്നെ കരുണാവാൻ നബി മുത്തുരത്നം
മുത്തുകളിൽ രത്നമായ നബി എന്ന് പറഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ, ഉണ്ണിയേശു, മുത്തുനബി. നമ്മുടെ കുട്ടികളെല്ലാം ദൈവങ്ങളാ. ആ ദൈവങ്ങൾ എങ്ങനെയാ പിന്നെ ഈ വൃത്തികേടിലും ഈ ഇല്ലൂമിനാറ്റികളായി പോകുന്ന? എന്തുകൊണ്ടാണ് കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിക്കാൻ പറയുന്നത്? മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങൾ മതിയാക്ക്, ഇതൻ പാത എൻ അധികാരം, വഴിതെറ്റാനും ഉണ്ടവകാശം, തനി നിറമെടുത്തനിയണ നെഞ്ച്, കാട്ടു തോന്നിയാസം. വേറൊരു പാട്ടാ ഇപ്പൊ പിള്ളേർ പാടിത്തുള്ളുന്നത്. എന്തേ കുട്ടികളെ കുറ്റം പറയണ്ട. നമ്മുടെ ഈ ദൈവവിശ്വാസത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ഏറ്റുവാങ്ങുന്നതിൽ പരാജയപ്പെട്ടുപോയി. നമ്മൾ പരാജയപ്പെട്ടു. നമ്മൾ ആ വീടും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ദൈവത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ആവശ്യപ്പെടുമ്പോ അതിങ്ങനെ വാങ്ങിത്തരുന്ന ആളാ ദൈവം. ആണോ? നമ്മൾ കൊടുക്കുമ്പോ അതിനനുസരിച്ച് ആരാണോ കൂടുതൽ പൈസ കൊടുക്കുന്നത് അതിനനുസരിച്ച് പൈസ വാങ്ങിത്തരുന്ന ആളാണെങ്കിൽ അങ്ങ മൂലക്കിരുന്ന് ചട്ടി കളിക്കുന്ന ആള് ആടെ പൈസ ഇട്ടിട്ട് ഒരു 50 ഉറുപ്പ്യ ഈടെ കൊണ്ടുപോയിട്ടാല് അടിച്ചു ചട്ടീന്റെ ഇത് കറങ്ങിയിട്ട് അവിടെ വരുവോ? എന്റെ നാട്ടിലൊരു സെബാസ്റ്റ്യൻ കഴിഞ്ഞ കൊല്ലത്തെ ഓണം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞപ്പോ തൂങ്ങി മരിച്ചു. എന്തിനാ തൂങ്ങി മരിച്ചതെന്ന് ആർക്കും പിടിയില്ല. ഭാര്യയോടും മക്കളോടും ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് അവൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് ദിവസവും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ടായി. ആ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? 50,000 ഉറുപ്പ്യ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. എന്നിട്ട് ഓണം ബമ്പറിന്റെ 100 ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് 500 ഉറുപ്പ്യ, 100 ടിക്കറ്റ് 50,000 ഉറുപ്പ്യന്റെ ടിക്കറ്റ് എടുത്തു. എന്നിട്ട് പള്ളിയിൽ പോയിട്ട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു, ഒന്നിനടുപ്പിക്കണേ. അവസാനം റിസൾട്ട് വന്ന് നോക്കുമ്പോൾ ഒന്നിച്ച് കുറെ ടിക്കറ്റ് എടുത്താൽ കുറച്ച് ചില്ലറ പൈസ കിട്ടുമല്ലോ. 1,800 ഉറുപ്പ്യ കിട്ടി. 1,800 ഉറുപ്പ്യ കിട്ടി. 50,000 ലോണ് തിരിച്ചടക്കാൻ പറ്റുന്നില്ല. ഇത്രയും പ്രാർത്ഥിച്ചും തനിക്ക് ലോട്ടറി കിട്ടിയില്ലല്ലോ എന്ന സങ്കടത്തിൽ അപ്പാട് തൂങ്ങി മരിച്ചു കഴിഞ്ഞു. ഇവനെന്താ വിചാരിച്ച? ദൈവം ഇവന്റെ ലോട്ടറിന്റെ നമ്പറും കുറിച്ചെടുത്തിട്ട് നേരെ പോവും. എടാ, തിരുവനന്തപുരത്ത് ലോട്ടറി നറുക്കെടുക്കുന്ന